അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദിൻ്റെ വീട്ടിലാകെ ഇപ്പോൾ വല്ലാത്തൊരു മൗനമാണ്. അതെ, അവരുടെ പഴയ സന്തോഷമെല്ലാം കെട്ടടങ്ങുമോ എന്നുള്ള ഭയം അവരെ എല്ലാവരും വളരെയധികം സങ്കടപ്പെടുത്തിയിരുന്നു. അതെ, ഞങ്ങളുടെ തറവാട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിക്കാല് പിറക്കുവാൻ പോവുകയാണ്. പക്ഷേ വളരെയധികം സന്തോഷത്തോടെയാണ് ആ ഒരു വാർത്ത അറിഞ്ഞിരുന്നത്. ഇപ്പോഴിതാ ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും മനസ്സ് വല്ലാതെ അങ്ങ് വേദനിക്കുകയാണ്. പക്ഷേ നൂർ ഫാത്തിമയ്ക്ക് ഒരു ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടറും നഴ്സുമാരും ഒക്കെ എത്ര തന്നെ പറഞ്ഞിട്ടും അവൾ അതിന് തയ്യാറല്ലായിരുന്നു. നൂർ ഫാത്തിമ, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട്, അംഗവൈകല്യം ഉള്ള കുട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. എന്താ, നിങ്ങൾക്ക് അതിനെയും കൊണ്ട് ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടാനാണോ പ്ലാനിങ് എന്നൊക്കെ ഡോക്ടർ അവളോട് ചോദിച്ചിരുന്നു. പക്ഷേ അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, ഇല്ല, എങ്ങനെയൊക്കെ തന്നെയായാലും അള്ളാഹു അല്ലേ വലിയവൻ, അവനല്ലേ എനിക്ക് കുഞ്ഞിനെ തന്നത്. ഒരിക്കലും ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. നൂർ ഫാത്തിമയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കൊന്നും ചിന്തിക്കുവാനുള്ള ബുദ്ധിയില്ലേ? ഒടുവിൽ കഷ്ടപ്പെടേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. വേണമെങ്കിൽ ഇപ്പോൾ തീരുമാനിക്കാം എന്തും, പിന്നീട് പറഞ്ഞിട്ട് ഫലമുണ്ടാവില്ല. കുഞ്ഞ് വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോഴും ഡോക്ടറോട് അവൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഹേയ് നോ, ഒരിക്കലും ഞാനതിന് കൂട്ടുനിൽക്കില്ല. എനിക്കത് താല്പര്യമില്ല. എനിക്കെൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഒരിക്കലും ഇഷ്ടമല്ല. അങ്ങനെയാണ് ഉസ്താദിനെയും ഉമ്മയെയും എല്ലാം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ആദ്യം നൂർ ഫാത്തിമയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അവളുടെ സമ്മതം കിട്ടാതായപ്പോൾ ഇവരോട് പറഞ്ഞു. ഇവർക്കും അതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഡോക്ടർക്ക് ദേഷ്യം പിടിക്കുകയായിരുന്നു. ഉസ്താദും നൂർ ഫാത്തിമയും ഉമ്മയും ഉപ്പയും വീട്ടിലെത്തി. നൂർ ഫാത്തിമയെ പതുക്കെ ഉസ്താദ് കൈ പിടിച്ചു കൊണ്ടുപോയി. നൂർ ഫാത്തിമ പറഞ്ഞു, നാഫിക്ക, എന്തിനാ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുൽഫത്തുമ പറഞ്ഞു, മോളെ, ഇനി നമ്മൾ അല്പം കരുതുന്നത് നല്ലതാണ്. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഏത് നിമിഷവും അത് ഇല്ലാതെയാവും എന്നൊക്കെ. ഹേയ് ഉമ്മ, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞിനെ നൽകാൻ കരുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ കൈകളിലേക്ക് എത്തും. അതല്ല, അവൻ നമ്മുടെ കുഞ്ഞിനെ ഭൂമിയിലേക്ക് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അതങ്ങനെയൊക്കെ ആവുകയും ചെയ്യും. മോളെ, നിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു ഇത്രക്കും ധൈര്യമായിക്കൊണ്ട്? ഉമ്മ, നമ്മൾ വിധിയിൽ വിശ്വസിക്കുന്നവരല്ലേ. അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിക്കൽ അത് നിർബന്ധമുള്ള കാര്യമല്ലേ. ഈമാൻ കാര്യങ്ങളിൽ പെട്ടതല്ലേ. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയപ്രകാരമാണെന്ന് വിശ്വസിക്കൽ. അതെ ഉമ്മ, അത് മനസ്സിൽ വിചാരിച്ചാൽ നമുക്കൊരു ടെൻഷനും തോന്നില്ല. മോളെ, നിനക്ക് എങ്ങനെ? ഉമ്മ, ശരിയാണ്, നമുക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. എങ്കിലും അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിൽ എല്ലാം സമർപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ഉസ്താദിനത് കണ്ടപ്പോൾ സങ്കടം തോന്നി. ഹേയ് നൂർ മോളെ, ഇപ്പോൾ എന്തിനാ കരയുന്നത്? കരയല്ലേ, കരയരുത്. ഉമ്മാക്കും അത് കണ്ട് സങ്കടം വന്നു. സന്തോഷകരമായിരുന്ന ആ ഒരു തറവാട് ഇന്നിതാ ദുഃഖത്തോടെയാണ് കഴിഞ്ഞു പോകുന്നത്. ഉസ്താദിനെ അതെ അമീറായി പോകാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ ഹജ്ജ് ടീം പുറപ്പെടും. അതിൽ അമീറാണ് ഉസ്താദ്. പക്ഷേ എങ്ങനെ പോകും എന്നതിനെക്കുറിച്ച് ഉസ്താദിന് ആകെ ഒരു ആവലാതി. പഠിച്ചോനെ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സുഖമില്ലാത്ത പോലെയാണ് ഇപ്പോൾ. അല്ലാ, ഞാൻ എന്ത് ചെയ്യും അല്ലാ? ഇവരെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ? ഉസ്താദിൻ്റെ കൂടെ ഹജ്ജിന് പോകാനുള്ള ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ഉസ്താദിനെ. അതെ, അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമ്പോൾ അത് വല്ലാത്തൊരു സംഭവം തന്നെയായിരിക്കും. ഉംറയ്ക്ക് പോകുന്നവരുടെയും ഒക്കെ അഭിപ്രായം ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഒരുപാട് ആളുകൾ ഹജ്ജിനുമുണ്ട്. ഉസ്താദ് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തിലാണ്. പഠിച്ചോനെ, ഞാൻ എന്താണ് ചെയ്യുക? അള്ളാഹുവേ, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അല്ലാ, നീ ഉണ്ടല്ലോ എനിക്ക്, പിന്നെ ഞാൻ എന്തിനു ഭയക്കണം? നൂർ ഫാത്തിമ അതാ അടുക്കളയിലേക്ക് പോകുന്നു. നൂർ മോളെ, നീ എങ്ങോട്ടാണ്?
സുൽഫത്തുമ്മ ചോദിച്ചു. ഉമ്മ, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണ്ടേ? മോളെ, നീ ഇങ്ങ് വാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ റെസ്റ്റ് എടുക്കണമെന്ന്? പക്ഷെ നീ തീരെ കേൾക്കാറില്ല. ഉമ്മ, എന്തിനുമ്മ? ഇതൊരിക്കലും ഒരു അസുഖമല്ലല്ലോ. ഗർഭധാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അസുഖമേ അല്ല. ഇപ്പോഴത്തെ തലമുറയിൽ എല്ലാവർക്കും ഗർഭിണി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു അസുഖമായിട്ട് ആണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. ഒരിക്കലും അതൊരു അസുഖമല്ല. അത് നമ്മുടെ ഒരു അവസ്ഥയാണത്. നമുക്ക് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്. അതിൻ്റെ ഒരു തുടക്കങ്ങൾ മാത്രമാണ് ഇതൊക്കെ. പിന്നെ ഇപ്പോൾ പലരും പലപ്പോഴും അതൊരു അസുഖക്കാരിയാക്കി മാറ്റുന്ന രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് ഉമ്മ, ഒരിക്കലും ഞാൻ റെസ്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മോളെ, ഈ എന്താ പറയുന്നത്? ഡോക്ടറല്ലേ പറഞ്ഞത് ഇഷ്ടികയിട്ട് കട്ടിൽ കുത്തനെയാക്കി തല താഴെയാക്കി കിടക്കണം, ഒരു പാട്ട വെള്ളം പോലും എടുക്കാൻ സമ്മതിക്കരുത് എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ കുഞ്ഞ് നിലനിൽക്കും, അല്ലെങ്കിൽ അതങ്ങ് പോവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ലേ ഉമ്മ? ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഇറക്കാൻ വിചാരിച്ച കുഞ്ഞാണെങ്കിൽ അതിന് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഒരിക്കലും. അതങ്ങനെയാണ്. നൂർ ഫാത്തിമയുടെ ആ ഉറച്ച വാക്കുകൾക്ക് മുമ്പിൽ ഉമ്മാക്ക് മറുപടി ഇല്ലായിരുന്നു. നൂർ ഫാത്തിമയുടെ മമ്മയെ വിവരം അറിയിക്കണോ? ഉമ്മ വിചാരിച്ചു. അല്ലെങ്കിൽ വേണ്ട, ഒരു പക്ഷേ ഇനി അവർക്കെങ്ങാനും ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ അപ്പോഴും നൂർമോൾ പോകേണ്ടി വരില്ലേ? തൽക്കാലം അതറിയിക്കണ്ട. ഉമ്മ നൂർ ഫാത്തിമയോട് പറഞ്ഞു. മോളെ, മമ്മയെ വിവരം അറിയിക്കണ്ട കേട്ടോ. അറിയിച്ചാലേ ഇനിയിപ്പോൾ അതിലേറെ വിഷമാവും അത്. ഉമ്മ, ഇല്ല, എല്ലാവരുടെയും സന്തോഷം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കാരണം ഒരാൾ വിഷമിക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല ഉമ്മ. ഉമ്മ, നിങ്ങളും ടെൻഷനാവരുത് ഒരിക്കലും. എന്തിനാണ് ടെൻഷനാകുന്നത്? നമുക്ക് അള്ളാഹു ഈമാൻ നൽകിയിട്ടുണ്ടല്ലോ. ഈമാനുള്ളവർ ഇങ്ങനെ ഈ കാര്യത്തിൽ നിന്ന് കൂടുതൽ ടെൻഷൻ അടിക്കാൻ പാടില്ല. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. എല്ലാം അവനുണ്ടല്ലോ എല്ലാത്തിനും. പിന്നെ എന്തിനാണ്? അവൻ വിചാരിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ. ഉമ്മ ഉസ്താദിനെ വിളിക്കുന്നു. നാഫിമോനെ, നാഫിമോൻ ഇവിടെ വാ. എന്താ ഉമ്മ? അതെ, നമുക്ക് നാളെ നൂർ ഫാത്തിമയെ വേറൊരു ഡോക്ടറെ കാണിച്ചാലോ? എന്താ ഏതൊക്കെ ഒന്ന് അറിയാലോ. എനിക്കട ഒരു സമാധാനമല്ല. ഞാൻ എന്താ ചെയ്യുക എനിക്കറിയണില്ല. ഞാനിവിടെ ഇങ്ങനെ നിൽക്കുക തന്നെ ഉള്ളൂ. എൻ്റെ മനസ്സും ശരീരമൊക്കെ ആകെ തളർന്ന് കിടക്കുകയാണ്. എന്ത് പറ്റും എന്ന് വിചാരിച്ചിട്ട്. ഉമ്മ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബേജാറാവുന്നത്? അവള് പറഞ്ഞില്ലേ നമുക്ക് അള്ളാഹു ഉണ്ട് എന്നൊക്കെ. ശരിയാണ് മോനെ, എന്നാലും അസുഖത്തിന് ചികിത്സിക്കാൻ ഞാൻ പറ്റുമോ? നീ പറ. ഉമ്മ, അവൾക്ക് അവളുടെ വിശ്വാസം അതവളതിൽ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മളെന്ത് പറഞ്ഞിട്ടും അതുമല്ല, അവൾക്ക് അറിവുള്ള ആളല്ലേ, BSc നേഴ്സല്ലേ അവൾ. അപ്പോൾ അവൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാലോ. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അവർക്ക് അറിയുമായിരിക്കും അങ്ങനെയൊക്കെ മതി എന്നുള്ളത്. പിന്നെ ഡോക്ടർമാരെ കുറിച്ചും നഴ്സുമാരെ കുറിച്ചും എല്ലാം അവൾക്ക് അറിയുന്നതുമാണ്. എന്തൊക്കെ തന്നെയായാലും പഠിച്ചവൻ കാക്കട്ടെ. അന്ന് മുകളിലത്തെ റൂമിലേക്ക് കിടക്കുവാൻ പോകും വേണ്ടി ഉമ്മ സമ്മതിച്ചില്ല. നൂർമോളെ, ഇന്ന് മുകളിലേക്ക് പോകണ്ട കേട്ടോ. ഉമ്മ നാഫി ഉസ്താദിനോട് പറഞ്ഞിരുന്നു. മോനെ, ഇന്ന് മോനെ താഴത്ത് കിടക്കണം. മുകളിലേക്ക് നീ പോയാൽ അവൾക്ക് പൊറുതിയേടായിരിക്കും. അവളൊന്നും വിടണ്ട അങ്ങോട്ട്. തൽക്കാലം എൻ്റെ മോനിന്ന് താഴെ കിടക്കട്ടോ, അതായിരിക്കും നല്ലത്. ഉമ്മ, ഓക്കെ. ഉമ്മ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പി. നൂർമോളെ, ദാ മോൾ അവിടെ പോയി കിടക്കട്ടോ. അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഒറ്റയ്ക്കോ? ഞാൻ നാഫിക്ക മുകളിലത്തെ റൂമിലും ഞാൻ താഴെയോ? അവൾ വിചാരിച്ചു. എന്താ മോളെ, നിന്നെ മുഖം വല്ലാതായല്ലോ. ഹേയ് മോളെ, അങ്ങനെയല്ല, നാഫിമോനും നിൻ്റെ കൂടെയുണ്ട്, നീ പേടിക്കണ്ട. അപ്പോഴാണ് നൂർ ഫാത്തിമക്ക് ആശ്വാസമായത്. പഠിച്ചോനെ, നാഫി ഉസ്താദിൻ്റെ കൂടെ അല്ലാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ ഉമ്മ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഉമ്മ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. മോളെ, നീ എന്ത് വിചാരിച്ചത്? ഒറ്റയ്ക്ക് കിടക്കാന്നോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് കിടക്കണ്ട. ഇനിയിപ്പോൾ
നാഫിമോനില്ലെങ്കിലും ഇതാ ഈ ഉമ്മ ഉണ്ടാവും നിൻ്റെ കൂടെ കിടക്കാൻ. ഒരിക്കലും നിന്നെ ഒറ്റയ്ക്ക് കിടത്തില്ല കേട്ടോ. നീ ആ കാര്യത്തിൽ നിന്ന് പേടിക്കേ വേണ്ട. ഹേയ് ഉമ്മ ഇല്ല. അപ്പോഴേക്കും ഉമ്മ അതാ ജഗ്ഗിൽ വെള്ളവും ഗ്ലാസും ഒക്കെ ആ റൂമിൽ കൊണ്ടുപോയി വെക്കുന്നു. നൂർ ഫാത്തിമ അത് കണ്ടു. ഉമ്മ നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്താണ് ഉമ്മ എനിക്ക് അസുഖം? ഇതൊരു അസുഖമായിട്ട് കാണരുതെന്ന് ഉമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ? മോളെ അതല്ല, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായതല്ലേ, അതുകൊണ്ടാണ് മോളെ. മങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവരുത് കേട്ടോ എന്നെക്കുറിച്ച് ഓർത്ത്. ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. അന്ന് നാഫി ഉസ്താദും അതാ നൂർ ഫാത്തിമയുടെ റൂമിലേക്ക് പ്രവേശിക്കുന്നു. നാഫി ഉസ്താദിന് വളരെയധികം ടെൻഷനുണ്ട്. ആ മുഖം കണ്ടാലറിയാം. നൂർ ഫാത്തിമ ചോദിച്ചു, ഉസ്താദേ എന്തു പറ്റി? നൂർമോളെ എന്താ ഉസ്താദ് സങ്കടപ്പെടുന്നത്? എൻ്റെ നാഫിക്കയല്ലേ, ഇങ്ങനെയൊക്കെ സങ്കടപ്പെട്ടാലെങ്ങനെ? പിന്നെ ഉസ്താദ് സങ്കടപ്പെടുന്നത് നമ്മളെ കുഞ്ഞുവാവ കാണൂട്ടോ. പിന്നെ കണ്ടാൽ അത് മോശമല്ലേ? ഇങ്ങനെ സങ്കടപ്പെട്ടെന്നിരിക്കാൻ പാടില്ല. നമുക്ക് പഠിച്ചോൻ തരുന്നതല്ലേ, അള്ളാഹു നൽകുന്ന നിഅമത്തല്ലേ, അതൊക്കെ നമ്മൾ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ എന്തൊക്കെ തന്നെയായാലും നമ്മളെ കുട്ടിയല്ലേ, എന്താണ് ഇത്ര ടെൻഷന്? നൂർമോളെ ഞാൻ ഭയക്കുന്നു. എന്ത്? നമ്മുടെ കുഞ്ഞെങ്ങാനും നഷ്ടപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കാകെ ടെൻഷനാകുന്നു. ഹേയ് എൻ്റെ നാഫിക്ക, നിങ്ങൾ ഇങ്ങനെ ടെൻഷനാവില്ലേ? എനിക്കില്ലല്ലോ ടെൻഷന്. നിനക്കടി നിൻ്റെ ഈമാൻ്റെ പവർ കൊണ്ടാണ് ടെൻഷനൊന്നും ഇല്ലാത്തത് ഈ കാര്യത്തിൽ. അത് എന്നെക്കാളും കൂടുതൽ എൻ്റെ നാഫി ഉസ്താദിനാണല്ലോ ഉള്ളത്. കണ്ടില്ലേ ആ മുഖം, ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന മുഖം, ഇങ്ങനെ ദാ സങ്കടപ്പെട്ട മുഖം കാണുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഒന്ന് ചിരിച്ചേ. നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ കവിളിൽ മെല്ലെ ഒന്ന് തട്ടി. ഉസ്താദേ, എൻ്റെ ഉസ്താദ് ചിരിക്കുമ്പോൾ ആ മുഖം കാണാൻ എന്തൊരു ഭംഗിയാണ്. കണ്ടില്ലേ, ഇങ്ങനെ ചിരിക്കണം. അത് കേട്ടപ്പോൾ ഉസ്താദിന് ശരിക്കും ഒന്ന് ചിരി വന്നു. ഉസ്താദിൻ്റെ സങ്കടമൊക്കെ പോയിട്ട് ഒന്ന് ചിരിക്കുമ്പോഴേ എത്ര മനോഹരമാണ് ഈ മുഖം എന്നോ. നൂർമോളെ നീ എന്നെ വല്ലാതെ ചിരിപ്പിക്കല്ലടി, എൻ്റെ മനസ്സ് തേങ്ങാണ്. എന്തിനു തേങ്ങുന്നു? നമ്മളെ കുട്ടിക്കൊന്നും ഒന്നും പറ്റൂല. നമ്മളെ കുട്ടിക്ക് നല്ല സുഖസുന്ദരമായി അതാ അവിടെ ഉണ്ട്. എല്ലാം അള്ളാഹു നോക്കി കാണുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഉസ്താദെ നമ്മളിങ്ങനെ വിഷമിക്കണേ? നൂർ ഫാത്തിമയുടെ ധൈര്യം തരുന്ന ആ വാക്കുകൾ ഉസ്താദിനും ഊർജം പകർന്നു. നൂർമോളെ നിനക്കെപ്പോഴും ഈ ഒരു ധൈര്യം ഉണ്ടായാൽ മതി, എന്നാൽ തന്നെ എനിക്ക് സമാധാനമാണ്. മറ്റത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ടെൻഷനായി കഴിഞ്ഞാൽ നാഫിക്ക അതെങ്ങനെ? ഉമ്മ ഒരു ഭാഗത്ത് ടെൻഷനായി നിൽക്കുക, എൻ്റെ പുന്നാരയിക്ക ഒരു ഭാഗത്ത് നിൽക്കുക, ഉപ്പാക്ക് ടെൻഷൻ, പിന്നെ ഞാനും കൂടി ടെൻഷനായാൽ ഈ ഒരു വീട്ടിൽ എന്ത് സന്തോഷം ഉണ്ടാകുക? മോളെ എന്തുകൊണ്ടാണ് ടെൻഷൻ നിനക്കറിയില്ലേ? അറിയാം, അതൊക്കെ ഞാൻ പറഞ്ഞല്ല റെഡി ആവും, ഒന്നൊരു കുഴപ്പമുണ്ടാവില്ല. അല്ല നാഫിക്ക ഇന്നെന്താ അത്രയൊന്നും പുരട്ടണില്ലേ? നൂർ ഫാത്തിമ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. നീ കളിയാക്കല്ലടി, ഇൻഷാ അല്ലാ പുരട്ടണം, കുറച്ച് കഴിയട്ടെ. ഇപ്പോൾ തൽക്കാലം എൻ്റെ മോള് നല്ല രീതിയിലൊന്ന് കിടക്ക്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഒഴിവാക്കി തരട്ടെ. ആമീൻ. നൂർ ഫാത്തിമ ആമീൻ പറഞ്ഞു. നൂർ ഫാത്തിമയും ഉസ്താദും ദിക്റുകളും ദുആകളും ചൊല്ലി അതാ ഉറങ്ങാൻ കിടക്കുന്നു. അന്ന് നൂർ ഫാത്തിമ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഉസ്താദ് അത് കണ്ടു. ആ ബൾബിൻ്റെ അരണ്ട വെളിച്ചത്തിൽ നൂർ ഫാത്തിമയുടെ ആ മനോഹരമായ മുഖം തിളങ്ങുന്നതായിട്ട് ഉസ്താദിന് അനുഭവപ്പെടുന്നു. പാവം എൻ്റെ നൂർ ഫാത്തിമ എന്നെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചവളാണ് അവൾ. അതെ, അവളെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല. അവളെ എന്തു തന്നെ വന്നാലും അവളെ ഞാൻ സംരക്ഷിക്കും. പഠിച്ചവനെ, പാവം എത്രമാത്രം പ്രയാസമുണ്ടാവും അവളുടെ മനസ്സിൽ. ഒന്നുമില്ലെങ്കിൽ അവളല്ലേ ആ കുഞ്ഞിൻ്റെ ഉമ്മ. അവൾക്കുള്ള അത്ര പ്രയാസം ആർക്കും ഉണ്ടാവില്ല. പക്ഷേ അവളത് പുറത്ത് കാണിക്കുന്നില്ല. അവളത് ഉള്ളിൽ അടക്കി പിടിച്ച് നിൽക്കുകയാണ്, എന്നെയും ഉമ്മയെയൊക്കെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. ഒരിക്കലും അവളുടെ ആ വേദന അവൾ പുറത്ത് കാണിക്കാതെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അത് കണ്ടാലറിയാം അവളുടെ കളിയും ചിരിയും. അതൊന്നും സത്യം പറഞ്ഞാൽ
യാഥാർത്ഥ്യമല്ല. അവളുടെ ഉള്ളു കരയുകയാണ്. അത് നന്നായി അറിയാം എനിക്ക്. നൂർ ഫാത്തിമയുടെ ശരീരത്തിലേക്ക് അതാ ഉസ്താദ് പുതപ്പിട്ട് മൂടുന്നു. അവളുടെ ശരീരം വല്ലാതെ അങ്ങ് തണുത്തിട്ടുണ്ട്. ഉസ്താദ് AC ഓഫാക്കി അതാ ആ ജനൽ മെല്ലെ തുറന്നിടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. അവളുടെ ആ മുടിയിഴകളിലൂടെ പതുക്കെ തലോടിക്കൊണ്ട് ഉസ്താദ് അതാ ഉറങ്ങുവാൻ വേണ്ടി കിടക്കുന്നു. അല്ലാ, പഠിച്ചോനെ കാത്ത് രക്ഷിക്കണേ അല്ലാ. ഉസ്താദിന് ഉറക്കം വരുന്നേയില്ല. ഓരോ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയെ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിവിടെ ഉപേക്ഷിച്ച് ഹജ്ജിന് അമീറായി പോയി കഴിഞ്ഞാൽ പഠിച്ചോനെ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ആരെ ഏൽപ്പിക്കും ഞാൻ? എനിക്കൊന്നും അറിയുന്നില്ല അല്ലാ. അള്ളാഹുവേ, ഒന്നും സംഭവിക്കരുത് റഹ്മാനെ. പഠിച്ചോനെ, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ. അവരെല്ലാവരും എനിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. മറ്റൊരു അമീറിനെ വെക്കുവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കണം. പറഞ്ഞു നോക്കിയിട്ട് പറ്റുമെങ്കിൽ ഈ പ്രാവശ്യം ഹജ്ജിന് പോവണ്ടെന്ന് വെക്കണം. അത് കഴിഞ്ഞ് പിന്നീട് മുഹറത്തിലൊക്കെ ഉംറക്ക് പോകാം. അതായിരിക്കും നല്ലത്. ഉസ്താദ് അങ്ങനെ തീരുമാനിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ പിന്നെ ആകെ 15 ദിവസത്തെ ലീവല്ലേ വരികയുള്ളൂ. അതായിരിക്കും നല്ലത് എന്ന് തോന്നുകയാണ് എനിക്ക്. പഠിച്ചോനെ, ഹൈറായ തീരുമാനം നീ എനിക്ക് തരണേ അല്ലാ. ഉസ്താദിൻ്റെ ഫോണതാ ബെല്ലടിക്കുന്നു. പഠിച്ചോനെ, ആരെ ഈ സമയത്ത്? പെട്ടെന്ന് തന്നെ അത് സൈലൻ്റാക്കി. നൂർമോൾ ഉണർന്നാൽ അതൊരു പക്ഷേ അവൾക്കൊരു ക്ഷീണമായി മാറും. ഉസ്താദ് ആ ഫോണെടുത്ത് അതാ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ട്രാവൽസിൽ നിന്നാണ് വിളിക്കുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്താ ഉസ്താദേ, ഉറങ്ങിയോ? ഹേ ഇല്ല, ഇപ്പോൾ ഒന്ന് കിടന്നിട്ടേ ഉള്ളൂ. ആ പിന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ നാളെ നിങ്ങൾ വരണം കേട്ടോ. ഇൻഷാ അല്ലാ, ഞാൻ നോക്കട്ടെ. എനിക്ക് കുറച്ചൊരു പ്രയാസങ്ങളുണ്ട്. എന്ത് പ്രയാസമാണ് ഉസ്താദേ? അത് എൻ്റെ വൈഫിനെ ചെറുതായിട്ടൊരു പ്രോബ്ലം. അവൾ പ്രഗ്നൻറ്റും ആണ്. അപ്പോൾ ഓഹോ, അങ്ങനെയാണോ? ഉസ്താദേ, നിങ്ങളെ മാത്രം വിചാരിച്ച് എത്രയോ ആളുകളാണ് ഇതിൽ ജോയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങളില്ലാന്ന് പറഞ്ഞാൽ അത് നഷ്ടമായിരിക്കും. അവർക്ക് താല്പര്യം കുറയും. ക്യാഷൊക്കെ തന്നതല്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും ഉസ്താദെ, നിങ്ങൾ വരാതിരിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും വന്നേ തീരൂ. അതിപ്പോൾ ഞാൻ നോക്കട്ടെ കേട്ടോ. കാരണം എൻ്റെ വൈഫ്, ഓളെ സിറ്റുവേഷൻ ഇപ്പോൾ അങ്ങനെയാണ്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഇട്ടെറിഞ്ഞ് പോരാനും പറ്റില്ല. അവളെ ഈ ഒരു ഇങ്ങനെയായിട്ടാണ്. അതുകൊണ്ടാണ് ഉസ്താദ്, നിങ്ങൾ അങ്ങനെ പറയല്ലേ. ഇങ്ങനെ ആണെങ്കിലും നിങ്ങൾ അമീറായിട്ട് പോരന്നെ വേണം. നിങ്ങളാവുമ്പോഴാണ് ആൾക്കാർക്കൊക്കെ ഇൻട്രസ്റ്റ് കിട്ടണത്. അതെ, അത് കഴിഞ്ഞ് ഉംറക്കും ഒക്കെ വന്നിട്ടുണ്ട് ബുക്കിങ്. പക്ഷേ എല്ലാവരും നാഫ്ര ഉസ്താദിനെ ആണ് തിരക്കുന്നത്. എന്താപ്പോൾ ഞങ്ങൾ ചെയ്യുക? ഞങ്ങൾ ട്രാവൽസിന് വളരാൻ കാരണം നിങ്ങളാണ്. നിങ്ങളുടെ ഒരു ക്ലാസ്സും അതെല്ലാം കൂടി ആയിട്ട് എത്ര ദൂരെ നിന്നാണ് ആളുകൾ ക്ലാസ്സിനൊക്കെ വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾ ദയവായി നിങ്ങൾ ഒഴിവാകരുത് കേട്ടോ. ഇൻഷാ അല്ലാ, അള്ളാഹു വിധിക്കട്ടെ. ഉസ്താദ് അത് പറഞ്ഞു. എന്തായാലും നിങ്ങൾ നാളെ തന്നെ വരണം കേട്ടോ. ഇൻഷാ അല്ലാ, നാളെ ചിലപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വരും. അത് കഴിഞ്ഞ് എന്തായാലും ഞാൻ എത്താം. ഉസ്താദ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് എത്തണം, വേഗം അർജൻറ്റാണ്. ഇനി ടൈമില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാ. ഉസ്താദ് അതാ ഫോൺ കട്ട് ചെയ്യുന്നു. പതുക്കെ വാതിൽ തുറന്ന് നൂർ ഫാത്തിമയുടെ അടുത്തേക്ക് ഉസ്താദ് പോയി. അവളെ ഉണർത്താതെ ഉസ്താദ് അതാ കയറി കിടക്കുന്നു. ആയത്തുൽ കുർസിയും സൂറത്തുകളും എല്ലാം ഓതി ഉസ്താദ് ഓതുന്നു. അത് നൂർ ഫാത്തിമയുടെ തലയിലൂടെയും ഓതിക്കൊടുക്കുന്നു. അള്ളാഹുവെ, കാത്ത് രക്ഷിക്കണേ അല്ലാ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ. ഉസ്താദ് കിടന്നു. ഉസ്താദിൻ്റെ കൈകൾ കൊണ്ട് നൂർ ഫാത്തിമയുടെ മുടിയിഴകളിലൂടെ ഉസ്താദ് പതുക്കെ തലോടി കൊടുക്കുകയാണ്. അല്ലാ, പഠിച്ചോനെ, എൻ്റെ ഭാര്യയെ ഞാൻ നിന്നെ ഏൽപ്പിക്കാണല്ല. ഞാൻ എന്താണ് ചെയ്യുക എനിക്കറിയുന്നില്ല. ഹജ്ജിന് വേണ്ടിയിട്ടാണ്, അമീറായി പോകാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ വിളിച്ചത്. ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ഉപേക്ഷിച്ച് പോകാമെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഉമ്മയുണ്ട്, ശരിയാണ്, ഉപ്പയുണ്ട്. പക്ഷേ ഞാൻ ഇല്ലാതെ
എങ്ങനെ? അല്ലാ, ഒന്നും സംഭവിക്കരുതേ അല്ലാ. പെട്ടെന്ന് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുന്ന സിറ്റുവേഷനുമല്ലല്ലോ. അങ്ങനത്തെ അവസ്ഥയാണല്ലോ ഞങ്ങളുടേത്. അതുകൊണ്ടല്ല, നിനക്കെല്ലാം അറിയാമല്ലോ. നീ സംരക്ഷിക്കണം എൻ്റെ നൂർ ഫാത്തിമയെ. എൻ്റെ നൂർ ഫാത്തിമയെയും എൻ്റെ കുഞ്ഞിനെയും നീ സംരക്ഷിക്കും എന്നെനിക്ക് ഉറപ്പുണ്ടല്ല. ഞാൻ നിന്നെ ഏൽപ്പിച്ച് പോവാണ്. അല്ലാതെ എന്ത് ചെയ്യും? ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ആ ഒരു കണ്ണുനീർ നൂർ ഫാത്തിമയുടെ കവിളിലേക്ക് അറിയാതെ അങ്ങ് ഉറ്റി. നൂർ ഫാത്തിമ കണ്ണു തുറന്നു. നാഫിക്ക, നാഫിക്ക, എന്തു പറ്റി? കരയാണോ? ഹേയ്, എന്താ നാഫിക്ക? ഹേയ്, ഇല്ല മോളെ, കരയൊന്നുമില്ല. അത് എൻ്റെ നാഫിക്ക, നിങ്ങൾ എന്തിനായിട്ട് സങ്കടപ്പെടുന്നത്? നൂർ മോളെ, ഒന്നുമില്ല. എനിക്ക് ഹജ്ജിന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെയാണ് അമീറായി കാത്തു നിൽക്കുന്നത്. എനിക്കത് ഉപേക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നൂർമോളെ. സത്യമായിട്ടും എനിക്ക് നിന്നെ ഉപേക്ഷിച്ച് പോകാനും തോന്നുന്നില്ല. ഞാൻ എന്താണ് ചെയ്യാന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ്. എൻ്റെ നാഫിക്ക, നിങ്ങൾ പോകണം, ഹജ്ജിന് വേണ്ടി പോകണം, അമീറായിട്ട് പോകണം എൻ്റെ നാഫി ഉസ്താദ്. അത് ഈ നൂർ ഫാത്തിമക്ക് അഭിമാനമാണ്. പിന്നെ ഹജ്ജിന് പോകുമ്പോൾ അറബിയമ്മയുടെ അടുക്കലും പോകണം കേട്ടോ. അത് കഴിഞ്ഞ് മദീനയിലൊക്കെ പോകുമ്പോൾ ഒരു പക്ഷേ അറബിയമ്മക്ക് ഈ പ്രാവശ്യം ഹജ്ജിന് വരാനും ചാൻസ് ഉണ്ടാകും. അപ്പോൾ എൻ്റെ ഉസ്താദ്, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉസ്താദ് പോകണം, ഹജ്ജിന് പോകണം. അതാണ് എൻ്റെ ആഗ്രഹം. നൂർമോളെ, നിനക്ക് വല്ല ബുദ്ധിമുട്ടും വന്നാലോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. എന്തിനെ? ഒരിക്കലും ഭയക്കേണ്ട ഒരാവശ്യമില്ല. അള്ളാഹു ഉണ്ടല്ലോ കൂടെ. എൻ്റെ നാഫി ഉസ്താദ് പോകണം, അമീറായിട്ട് പോകണം. റാഹത്തോടു കൂടെ ഇസ്സത്തോടു കൂടെ ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ചു വന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ കാണുവാനുള്ള ഭാഗ്യം എനിക്ക് അള്ളാഹു നൽകട്ടെ. ആമീൻ. അതുകൊണ്ട് എൻ്റെ ഉസ്താദ് പോയിക്കോളൂ, ഒരു വിഷമിക്കണ്ട. പിന്നെ നമ്മളെ ഉമ്മയുണ്ടല്ലോ ഇവിടെ, ഉപ്പയുണ്ടല്ലോ, പിന്നെ എന്തിനു ഭയക്കണം? അള്ളാഹു ഉണ്ട് കൂടെ. ഒരിക്കലും ഒന്നിനും ടെൻഷനാണ്ട ആവശ്യമേ ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് പോയിക്കോളൂ, ഒരു വിഷമമില്ല. നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. അവൾ ആ ഉസ്താദിൻ്റെ താടിയിലൂടെ പതുക്കെ കൈവിരലോടിച്ചുകൊണ്ട് പറഞ്ഞു, ഹേയ് എൻ്റെ ഉസ്താദ്, ഒരിക്കലും വിഷമിക്കരുത്. ഞാനില്ലേ ഉസ്താദിൻ്റെ കൂടെ. എപ്പോഴും ഞാനുണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും ഞാനിവിടെ. ഹജ്ജും ഉംറയൊക്കെ കഴിഞ്ഞ് നല്ല കുട്ടിയായിട്ട് തിരിച്ചു വരണം കേട്ടോ, ഇൻഷാ അല്ലാ. ഇപ്പോൾ സങ്കടപ്പെടാതെ കരയാതെ നല്ല രീതിയിൽ റാഹത്തോടു കൂടി ഉറങ്ങിക്കോളൂ. നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കിടന്നു. ഉസ്താദ് അവളെ നെഞ്ചോട് ചേർത്തു. ഇൻഷാ അല്ലാ, ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.